നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ അമേരിക്കയിൽ. ഇനി ഭരണം ഓൺലൈനായിരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. അമേരിക്കയിലേക്ക് പുറപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ സമൂഹ മാധ്യമങ്ങൾ ട്രോളുകയാണ്. അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയവും 43 പേരുടെ മരണവുമൊക്കെ ഇപ്പോൾ കേരളത്തിൽ വലിയ വാർത്തയായിരിക്കുന്നു. വെള്ളപ്പൊക്കത്തിൽ കാണാതായ അനേകം ആളുകളെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. പിണറായി വിജയൻ ചികിത്സാർത്ഥമാണ് അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പിണറായി വിജയൻ പുറപ്പെട്ട സമയം തന്നെയാണ് ഏറ്റവും വിവാദങ്ങൾക്ക് കാരണമാകുന്നതും. മുൻപൊരിക്കൽ കോടിയേരി ബാലകൃഷ്ണന്റെ ചിത കത്തിത്തീരുന്നതിന് മുൻപ് അമേരിക്കയിലേക്ക് പുറപ്പെട്ട പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇക്കുറി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന യുവതി മരിച്ച് ചിത കത്തിയാറുന്നതിന് മുൻപാണ് ഇപ്പോൾ പിണറായി വിജയന്റെ അടുത്ത യാത്ര. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ചില ആശാവഹമായ പുരോഗതിയുണ്ട് എന്ന് മകൻ വെളിപ്പെടുത്തുന്നു. അത്രമാത്രം. എന്താണ് പിണറായി വിജയന്റെ അസുഖമെന്നോ അമേരിക്കയിൽ എന്ത് ചികിത്സയാണ് അദ്ദേഹത്തിന് നടത്തുന്നതെന്നോ കേരളത്തിലെ ജനങ്ങൾക്കറിയില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ദുരന്തം മാത്രമല്ല, കേരളത്തിന്റെ ആരോഗ്യ രംഗമാകെ കുത്തഴിഞ്ഞ നിലയിലാണ്. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആര് എന്ന കാര്യത്തിൽ മാത്രമാണിപ്പോൾ തർക്കം. ഇതിനിടയിൽ ആരോഗ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ ഇപ്പോഴും കത്തിപ്പടരുകയാണ്. വലിയ തോതിൽ പ്രതിഷേധങ്ങളും. പിണറായി വിജയൻ ഭയപ്പെട്ട് അമേരിക്കയിലേക്ക് ഒളിച്ചുപോയതാണ് എന്നുവരെ സമൂഹ മാധ്യമങ്ങൾ ട്രോളുന്നു. അമേരിക്കയ്ക്ക് ഇനി കഷ്ടകാലമായിരിക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നവരുമുണ്ട്. മുമ്പൊക്കെ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് യാത്ര ചെയ്തപ്പോൾ അമേരിക്കയിലുണ്ടായ ദുരന്തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നവരുമുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് പിണറായി വിജയന്റെ വിദേശ ചികിത്സ. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്. പിണറായി വിജയന്റെ അസുഖം സംബന്ധിച്ച കാര്യങ്ങൾ സ്വകാര്യതയിൽപ്പെടുന്നു എന്ന് വേണമെങ്കിൽ വാദിക്കാം. എങ്കിലും ജനങ്ങളോട് കുറച്ചൊക്കെ വെളിപ്പെടുത്താനുള്ള ബാധ്യത ഈ സർക്കാരിനും പിണറായി വിജയനുമുണ്ട്. സുഷമ സ്വരാജ് എന്ന BJP നേതാവിനെയും കേന്ദ്രമന്ത്രിയെയും ഓർത്തെടുക്കുന്ന ചിലരുണ്ട്. ഈ ഘട്ടത്തിൽ ഹൃദയാഘാതം വന്നാണ് സുഷമ സ്വരാജ് മരിക്കുന്നത്. വൃക്കകൾ മാറ്റിവെക്കുന്നത് സംബന്ധിച്ച ചികിത്സ വിദേശത്തായിരിക്കണമെന്ന് എയിംസിലെ ഡോക്ടർമാർ നിഷ്കർഷിച്ചിരുന്നു. സുഷമ സ്വരാജിനോട് ഇക്കാര്യം എയിംസിലെ ഡോക്ടർമാർ പറയുകയും ചെയ്തു. എയിംസിനേക്കാൾ ഏറെ സജ്ജീകരണങ്ങളുള്ള ചില ആശുപത്രികളുണ്ട് വിദേശങ്ങളിൽ. അത്തരം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വെച്ച് ഈ ശസ്ത്രക്രിയ നടത്തുന്നതാണ് ഉചിതമെന്ന് സുഷമ സ്വരാജിനോട് എയിംസിലെ ഡോക്ടർമാർ പറഞ്ഞു. അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്നു സുഷമ സ്വരാജ്. അതുകൊണ്ട് തന്നെ ഏത് വിദേശ രാജ്യത്തെ ഏറ്റവും പ്രമുഖ ആശുപത്രിയിൽ വേണമെങ്കിലും അവർക്ക് ചികിത്സ തേടാം. സുഷമ സ്വരാജിന്റെ മരണത്തിന് ശേഷം അവരുടെ ഭർത്താവും മുൻ മിസോറാം ഗവർണറുമായ സ്വരാജ് കൗശൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. താൻ വിദേശത്ത് പോയി ശസ്ത്രക്രിയ നടത്തിയാൽ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ഡോക്ടർമാരോടും ആശുപത്രികളോടുമുള്ള വിശ്വാസം കുറയുമെന്നായിരുന്നു സുഷമ സ്വരാജ് അന്ന് ഡോക്ടർമാരോട് പ്രതികരിച്ചത്. 2016 സുഷമ സ്വരാജിന് എയിംസിൽ വെച്ച് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. എയിംസ് ആശുപത്രി അധികൃതർ തന്നെ അന്ന് മറ്റു മാർഗം സ്വീകരിക്കാൻ സുഷമ സ്വരാജിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ വെച്ച് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ എയിംസിലെ ഡോക്ടർമാർ അന്ന് തയ്യാറായിരുന്നില്ല. ഇത് രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ കാര്യമാണ് എന്ന് സുഷമ സ്വരാജ് പറഞ്ഞു. വിദേശത്ത് പോകണമെന്ന ആവശ്യം അവർ പൂർണ്ണമായി നിഷേധിച്ചു. തന്റെ ശസ്ത്രക്രിയയുടെ ദിവസം സുഷമ സ്വരാജ് തന്നെ നിശ്ചയിച്ചു. ഡോക്ടർ മുകുത് മിൻസിനോട് സുഷമ സ്വരാജ് പറഞ്ഞു, ഡോക്ടർ സാബ്, നിങ്ങൾ ഉപകരണങ്ങൾ തയ്യാറാക്കി വയ്ക്കൂ. ഭഗവാൻ കൃഷ്ണൻ ഒപ്പമുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് തൊട്ടടുത്ത ദിവസം EC ചെയറിലിരുന്ന് സുഷമ സ്വരാജ് പറഞ്ഞു, നമ്മൾ വിദേശത്തേക്ക് പോവുകയായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് നമ്മുടെ ആശുപത്രികളോടും ഡോക്ടർമാരോടുമുള്ള വിശ്വാസം നഷ്ടപ്പെടുമായിരുന്നു. സുഷമ സ്വരാജിന്റെ ഭർത്താവിന്റെ ഈ ട്വീറ്റിന് ആയിരക്കണക്കിന് ആളുകൾ ലൈക്കും റീട്വീറ്റും ഒക്കെ നൽകി. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ച് തന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് വാശി പിടിച്ച സുഷമ സ്വരാജ്, ഒരു സാധാരണ രോഗിക്ക് ലഭിക്കുന്ന പരിചരണം മാത്രം മതി തനിക്കെന്ന് എയിംസിലെ ഡോക്ടർമാരോട് സുഷമ സ്വരാജ് പറഞ്ഞിരുന്നു. എന്നാൽ സുഷമ സ്വരാജ് അറിയാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള എയിംസ് വിഭാഗത്തിൽ സുഷമ സ്വരാജിന് ചികിത്സ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. ഡോക്ടർമാരോട് മോദി പതിവായി സംവദിച്ചുകൊണ്ടിരുന്നു. ചെയ്യേണ്ടതും ചെയ്യാത്തതുമായ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് സുഷമ സ്വരാജിന്റെ ഭർത്താവ് ട്വിറ്ററിൽ കുറിച്ചു, നമ്മുടെ ഡോക്ടർമാരെ നാം വിശ്വസിക്കണം. ഈ അന്വേഷണ കമ്മീഷനുകളൊന്നും നമുക്ക് വേണ്ട.
അത് നമ്മുടെ മിടുക്കരായ ഡോക്ടർമാരെ VIP-കളിൽ ശസ്ത്രക്രിയ നടത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. എയിംസിലെ നമ്മുടെ ഡോക്ടർമാരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ കഴിവിനും പ്രതിബദ്ധതയ്ക്കുമെതിരായി യാതൊന്നുമില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുറച്ചുകാലം പൊതുജീവിതത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു സുഷമ സ്വരാജ്. പിന്നീട് നടന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് താൻ മത്സരിക്കുന്നില്ല എന്ന നിലപാട് കൈക്കൊണ്ടിരുന്നു സുഷമ സ്വരാജ്. പോരാളി ഷാജിയെ പോലുള്ളവർ പിണറായി വിജയന്റെ വിദേശ ചികിത്സയെ ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി വിദഗ്ധ ചികിത്സയ്ക്ക് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ വിദേശത്തേക്ക് പോയിട്ടുണ്ട്. ഇനിയും പോയെന്നിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സ തേടുമ്പോൾ മാത്രം കുരി പൊട്ടിയൊലിക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവർ നല്ല ഓയിൻമെൻറ്റ് വാങ്ങി പുരട്ടിയാൽ മതി. ഈ രാജ്യത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഇനിയും ഉപയോഗിക്കും. ഇതിൽ യാതൊരുവിധ തെറ്റുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ നല്ല ആരോഗ്യത്തിനു വേണ്ടി അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സ നടത്തുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. എന്നാൽ വിദേശത്തേക്ക് പുറപ്പെട്ട മുഖ്യമന്ത്രി തൻ്റെ ചുമതലകൾ മറ്റാർക്കും കൈമാറിയിട്ടില്ല. മറ്റാരെയും മുഖ്യമന്ത്രി വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. നീണ്ട 10 ദിവസങ്ങളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തില്ലാതിരിക്കുന്നത്. എന്നിട്ടും മുഖ്യമന്ത്രിയുടെ ചുമതലകൾ മറ്റാർക്കും കൈമാറാത്തത് ഏറെ ദുരൂഹതകൾ പടർത്തുന്നു. കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ ആദ്യ മുഖ്യമന്ത്രിയായ EMS മുതൽ ഏതാണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരും പല മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ ചികിത്സകൾക്കായി വിദേശങ്ങളിൽ പോയിട്ടുണ്ട്. EMSഉം അച്യുതമേനോനുമൊക്കെ ചികിത്സയ്ക്കായി വിദേശയാത്ര നടത്തിയതിനെ ചൊല്ലി അന്നും വിവാദങ്ങൾ ഉയർന്നിരുന്നു. അന്ന് അവർ പോയത് സോവിയറ്റ് യൂണിയനിലേക്കായിരുന്നുവെങ്കിൽ ഇന്ന് കാലം മാറി. അമേരിക്ക പോലെയുള്ള കുത്തക മുതലാളിത്ത രാജ്യങ്ങളിലേക്കാണ് പിണറായി വിജയൻ പുറപ്പെട്ടിരിക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ പഴയ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിരവധി വിദഗ്ധ ഡോക്ടർമാർ അമേരിക്കയിലെ മയോ ക്ലിനിക് ഉൾപ്പെടെയുള്ള ആശുപത്രികളിലുണ്ട്. അവിടെ ധാരാളം മലയാളി ഡോക്ടർമാരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ചെല്ലുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാവിധ സ്വീകരണവും അവിടെ ലഭിക്കും. 90കൾക്ക് ശേഷം US-ലേക്ക് ചികിത്സയ്ക്ക് പോയ ആദ്യ മുഖ്യമന്ത്രി K. കരുണാകരനായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന വലിയൊരു കാർ അപകടം. 2000-ന്റെ തുടക്കത്തിൽ അന്ന് LDF കൺവീനറായിരുന്ന CPM നേതാവ് VS അച്യുതാനന്ദൻ ചികിത്സാർത്ഥം ലണ്ടനിൽ പോയി. അച്യുതാനന്ദന്റെ വിദേശ ചികിത്സ അന്ന് തെരഞ്ഞെടുപ്പിൽ വരെ ഒരു വിഷയമായി ഉയർന്നു വന്നു. കേരളത്തിൽ 3 തവണ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി വിദേശത്ത് ചികിത്സയ്ക്ക് പോയത് പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം. മയോ ക്ലിനിക്കിലായിരുന്നു അദ്ദേഹവും ചികിത്സ നടത്തിയത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും വിദേശത്ത് ചികിത്സാർത്ഥം പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതിന് ശേഷം. മുൻ മുഖ്യമന്ത്രി നായനാർ അടക്കം പല പ്രമുഖരും വിദേശ രാജ്യങ്ങളിലെത്തി ചികിത്സ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ യാത്രയെ അത്രയധികം വിമർശിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ പിണറായി വിജയന്റെ യാത്രകളിലൊക്കെ അദ്ദേഹം തുടരുന്ന ദുരൂഹതകൾ തന്നെയാണ് ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനം. പലപ്പോഴും പിണറായി വിജയനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നു. കേരളത്തിൻ്റെ മറ്റ് മുഖ്യമന്ത്രിമാരൊക്കെ അവരുടെ അസുഖത്തെക്കുറിച്ചും അവരുടെ ചികിത്സാ രീതികളെക്കുറിച്ചും വിശദമാക്കിയിരുന്നു കേരളത്തോട്. നമ്പർ 1 ആരോഗ്യ കേരളമെന്നൊക്കെ നമ്മൾ കേരളത്തെ വാഴ്ത്തിപ്പാടുമ്പോൾ അമേരിക്കയിലെ ചില ക്യാൻസർ സ്ഥാപനങ്ങളെ തികച്ചും പുകഴ്ത്താതിരിക്കാൻ കഴിയില്ല. അത്രയേറെ വിദഗ്ധ ചികിത്സയാണ് അവിടെ ലഭിക്കുന്നത്. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ തെറ്റില്ല താനും. എങ്കിലും സുഷമ സ്വരാജിനെ പോലെയുള്ള ചില നേതാക്കൾ ഇന്ത്യയിലുണ്ടായിരുന്നു എന്നത് നമ്മൾ വിസ്മരിക്കരുത്. ഇന്ത്യയിലെ ഡോക്ടർമാരെ അത്രയധികം അവർ വിശ്വസിച്ചിരുന്നു. ചികിത്സ മാത്രമല്ല, അധികാരഭ്രാന്തും ഇവിടെ ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി പോകുന്ന ഈ 10 ദിവസവും അദ്ദേഹം തന്നെ കേരളം ഭരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിക്കുന്നത്. ഓൺലൈൻ വഴിയായിരിക്കും അത്രേ ഭരണം. മന്ത്രിസഭാ യോഗം പോലും ഓൺലൈനായി ചേരും. ഈ ഫയലുകളായി എല്ലാ ഫയലുകളും മുഖ്യമന്ത്രിയുടെ അടുക്കലെത്തുമെന്നൊക്കെ അവർ വിശദീകരിക്കുന്നു. എങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാകും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. കുത്തഴിഞ്ഞു കിടക്കുന്ന കേരളത്തിലെ ആരോഗ്യരംഗവും ഇവിടുത്തെ പ്രശ്നങ്ങളുമൊക്കെ ജനങ്ങൾക്കറിയാം. അവർ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുമെന്ന് മുഖ്യമന്ത്രിക്കും അറിയാം. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ 2 ദിവസത്തെ ആയുസ്സിന് ശേഷം കെട്ടടങ്ങിക്കോളുമെന്ന് കൃത്യമായി അറിയുന്ന മുഖ്യമന്ത്രി ഇനിയും തൻ്റെ വിദേശയാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒപ്പം ദുരൂഹതകളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.